തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെതിരായിട്ടുള്ള കേസുകളിന്മേലുള്ള വിവാദം അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി ആർ സുഗതനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് പോലീസ്. അതായത് അന്വേഷണവുമായി ആർ സുഗതൻ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് കോടതിയിൽ നിന്നും സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. 2 ദിവസമാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. പക്ഷേ ലഭിച്ചത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ഉച്ചയോടുകൂടി സുഗതനെ പോലീസിന് നൽകുന്നു. 5:30 തിരികെ ഹാജരാക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുന്നു കോടതി. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പിലും സുഗതൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന കമ്പിവടി കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് കമ്പിവടി കൊണ്ട് മർദ്ദിച്ചു എന്ന കേസിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗതൻ ഉപയോഗിച്ച ആ ആയുധം കണ്ടെത്തേണ്ടത് നിർണായകമാണ്. പക്ഷേ സുഗതനെ തെളിവെടുപ്പിനായി പലയിടങ്ങളിലും കൊണ്ടുപോയെങ്കിലും ആയുധം കണ്ടെടുക്കാനായില്ല. താൻ ഉപയോഗിക്കാത്ത ആയുധം എങ്ങനെയാണ് താൻ കണ്ടെടുത്തു തരിക എന്നാണ് സുഗതൻ പോലീസിനോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ സുഗതൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതിയിൽ സുഗതനെ ഹാജരാക്കിയിരുന്നു. ആ കോടതിയിൽ നടന്ന നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. വിയൂർ ജയിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ച സുഗതനെ പിറ്റേന്ന് രാവിലെയാണ് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ക്ഷീണമുണ്ടോ എന്ന് കോടതി സുഗതനോട് ചോദിക്കുന്നു. സുഗതൻ അതിന് ഉണ്ട് എന്നുത്തരം പറയുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധന നടത്താൻ ആദ്യം കോടതി ഉത്തരവിടുന്നു. സുഗതനുമായി വൈദ്യപരിശോധനയ്ക്ക് പോയത് വിയൂരിൽ നിന്നും സുഗതനെ കൊണ്ടുവന്ന പോലീസ് സംഘമല്ല, മറിച്ച് വട്ടിയൂർക്കാവ് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുഗതനെ കൊണ്ടുപോയത്. വട്ടിയൂർക്കാവ് SHOയുമായിട്ടുള്ള പ്രശ്നമാണ് സുഗതനെ കേസിൽ കുടുക്കിയത് എന്ന ആരോപണം നേരത്തെയുണ്ട്. സുഗതൻ എന്ന പൊതുപ്രവർത്തകനെതിരെ കള്ളക്കേസുകൾ എടുക്കുകയായിരുന്നുവെന്നും അതിന് പിന്നിൽ വട്ടിയൂർക്കാവ് SHO ആണെന്നും പോലീസിൻ്റെ കുടിപ്പകയാണ് ഈ സുഗതനെ വേട്ടയാടുന്നതിന് പിന്നിലെന്നും BJP നിരന്തരം ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണത്തിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിൽ കോടതി അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ വട്ടിയൂർക്കാവ് SHO ഈ വൈദ്യപരിശോധനയ്ക്കായി സുഗതനെ കൊണ്ടുപോയത്. തിരികെ കൊണ്ടുവന്നപ്പോൾ സുഗതൻ അക്കാര്യം കോടതിയോട് പറഞ്ഞു. അതായത് വട്ടിയൂർക്കാവ് SHO ആണ് തന്നെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയതെന്നും വണ്ടിയിൽ വെച്ച് മാനസികമായി ഭീഷണിപ്പെടുത്തിയെന്നും ഭാര്യയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണിയെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ തന്നെ ജയിലിൽ കിടത്താൻ കഴിയും എന്ന് ഭീഷണി മുഴക്കിയതായും ആർ സുഗതൻ കോടതിയിൽ പറഞ്ഞു. അതായത് തന്നെ മാനസികമായി ആ പോലീസ് വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് സുഗതൻ മൊഴി നൽകി. അതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. കാപ്പ കേസ് പ്രതി, ഗുണ്ട, അതുപോലെ തന്നെ കമ്പിവടി കൊണ്ട് ആക്രമിച്ചയാൾ എന്ന കേസിലെ പ്രതി, ഇങ്ങനെയൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോലീസ് സുഗതനെ ഹാജരാക്കിയത്. പക്ഷേ നിയമം ലംഘിച്ചുകൊണ്ട് സുഗതനെ ഇത്തരത്തിൽ വട്ടിയൂർക്കാവ് SHO എന്തുകൊണ്ട് ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്ന ചോദ്യം കോടതി ചോദിച്ചു. അതായത് കോടതി സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ നൽകിയിട്ടില്ല, പിന്നെന്തിനാണ് ലോക്കൽ പോലീസ് സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങിയത് എന്ന ചോദ്യം, അത് നിയമവിരുദ്ധമാണ്, കോടതി അനുവദിക്കാതെ എന്തിനെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി എന്ന ചോദ്യം പോലീസിനെ കുഴക്കി. പോലീസിന് ഉത്തരമില്ലായിരുന്നു. വട്ടിയൂർക്കാവ് SHO, CIO അല്ലെങ്കിൽ SIO ഉടൻ തന്നെ കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി പിന്നീട് ഉത്തരവിടുന്നു. അതിനുശേഷമാണ് കോടതി വലിയ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നും ആയുധം കണ്ടെടുക്കുന്നതിനുൾപ്പെടെയുള്ള സാവകാശം വേണമെന്നുമാണ് പോലീസ് കോടതിയിൽ വാദിച്ചത്. എന്നാൽ കസ്റ്റഡി ലഭിക്കും മുമ്പ് തന്നെ സുഗതനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ പോലീസിൻ്റെ പ്രതികാര മനോഭാവം കോടതിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണെന്നും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ 2 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കുമെന്നും കോടതി ചോദിച്ചു. അതുകൊണ്ട് ഉച്ചയോടുകൂടി നിങ്ങൾക്ക് സുഗതനെ കസ്റ്റഡിയിലെടുക്കാം, ഇനി 5:30 തെളിവെടുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നടത്തി തിരികെ കൊണ്ടുവന്ന് 5:30 കൃത്യം 5:30 തന്നെ കോടതിയിൽ ഹാജരാക്കണം എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. പിന്നീട് അതിവേഗതയിൽ ചില ഇടങ്ങളിലൊക്കെ സുഗതനെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയി. കമ്പിവടി തിരയാനായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് താൻ ഉപയോഗിക്കാത്ത കമ്പിവടി എങ്ങനെ താൻ എടുത്തു തരും എന്ന് സുഗതനും ചോദിച്ചു. ഇങ്ങനെയാണ് നെടുമങ്ങാട് കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന നാടകീയമായ രംഗങ്ങൾ. പോലീസിൻ്റെ നാടകം അതോടുകൂടി പൊളിയുകയായിരുന്നു. 2 ദിവസം സുഗതനെ കസ്റ്റഡിയിൽ വെച്ച് പ്രതികാരം തീർക്കാമെന്നാണ് പോലീസ് കരുതിയത്. പക്ഷേ അവിടെ നാടകമെല്ലാം പൊളിയുന്നു. സുഗതൻ നടന്ന കാര്യം കോടതിയോട് പറയുന്നതോടുകൂടി കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടാകുന്നു. രൂക്ഷമായ വിമർശനം കോടതി പോലീസിനെതിരെ നടത്തുന്നു.
കേസിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ കേസിൻ്റെ സ്വഭാവവും പരിഗണിച്ച് വേണം ഇടപെടലുകൾ നടത്താൻ എന്ന് പോലീസിന് കർശനമായ നിർദ്ദേശം നൽകി. ഇതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒരു കാരണവശാലും രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പോലീസ് കള്ളക്കേസ് എടുക്കരുത് എന്ന് പറയാതെ പറയുകയാണ് കോടതി. മാത്രമല്ല പോലീസ് ഇക്കാര്യത്തിൽ വൈര്യനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ജാമ്യ അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ മാത്രം പരിഗണിക്കുന്ന കോടതി ആയതിനാൽ കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി പോയില്ല. പക്ഷേ കേസിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനെന്ന ശക്തമായ താക്കീത് പോലീസിന് നൽകുന്നു. സുഗതൻ ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അയാൾക്ക് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കാപ്പയടക്കം ചുമത്തി ജയിലിൽ തള്ളിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ കുടിപ്പക കാരണമാണ് എന്ന ആരോപണം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയുടെ മുന്നിൽ വെച്ച് പോലും പോലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുഗതനെ കസ്റ്റഡിയിൽ വിടുന്നില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടത്. ആ സമയം കൊണ്ട് ഈ കമ്പിവടി സുഗതൻ ആക്രമിച്ചു എന്ന് പറയുന്ന കമ്പിവടി സമർപ്പിക്കാൻ അല്ലെങ്കിൽ കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചില്ല. മാത്രമല്ല ഇത് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറും. സുഗതനെതിരായിട്ടുള്ള കേസ് ദുർബലമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കമ്പിവടി കണ്ടെത്താതെ പിന്നെ പോലീസിന് കമ്പിവടി കൊണ്ട് ആക്രമിച്ചു എന്ന കേസ് കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. അതേസമയം തന്നെ സുഗതനെ നഗരസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ സമരം തുടരുകയാണ്. BJPക്ക് 51 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് നഗരസഭയിലുള്ളത്. 50 BJP അംഗങ്ങളും ഒരു സ്വതന്ത്രൻ്റെയും പിന്തുണയാണ് BJPക്കുള്ളത്. അതേസമയം BJPയുടെ ഭരണം സുഗതൻ മാറി നിന്നാൽ അല്ലെങ്കിൽ സുഗതനെ പുറത്താക്കിയാൽ പ്രതിസന്ധിയിലാവും എന്ന കാര്യം BJP കുറച്ചുകൂടി സമ്മർദ്ദത്തിലാകും എന്ന കാര്യം CPMന് അറിയാം. അതുകൊണ്ടാണ് സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM നഗരസഭാ കവാടത്തിൽ സമരം ശക്തമാക്കുന്നത്. സമരത്തിൻ്റെ രണ്ടാം ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം മേയറുടെ ചേംബറിലേക്ക് മാറ്റിയിരുന്നു. നഗരസഭാ കെട്ടിടത്തിനുള്ളിൽ മേയറുടെ ചേംബറിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ആ സമരം സംഘർഷഭരിതമാകുന്നതാണ് നമ്മൾ കണ്ടത്. മേയറുടെ ഓഫീസിലേക്ക് മേയർ എത്തിയപ്പോൾ മേയറെ LDF അംഗങ്ങൾ തടയുകയും പിന്നീട് മേയർ ബലം പ്രയോഗിച്ച് തന്നെ അകത്തേക്ക് കടക്കുകയും സംഘർഷമുണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. LDFൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും കൗൺസിലർമാർക്ക് പരിക്കേറ്റു. മേയർക്കടക്കം പരിക്കേൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ കോൺഗ്രസും സുഗതനെ പുറത്താക്കണം എന്ന ആവശ്യവുമായി സമരത്തിന് എത്തിയിട്ടുണ്ട്. കൗൺസിൽ നടന്ന ദിവസം, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച കൗൺസിൽ നടന്ന ദിവസം കൗൺസിൽ അലങ്കോലമാക്കാൻ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ശ്രമിച്ചിരുന്നു. ഹാജർ ബുക്ക് പിടിച്ചെടുക്കാനും ശ്രമം നടന്നു. ഹാജർ ബുക്ക് ശബരിനാഥൻ കൈവശം വച്ചിരിക്കുന്നതും അത് തിരിച്ചു പിടിക്കാനായി BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ രംഗത്ത് വരുന്നതും ചെമ്പഴന്തി ഉദയൻ ഈ ശബരിനാഥിനെ കൈനീട്ടി അടിക്കുന്നതും എല്ലാ പാർലമെൻ്ററി മര്യാദകളും ലംഘിച്ചുകൊണ്ട് കൈനീട്ടി അടിക്കുന്നതുമെല്ലാം കേരളം കണ്ട ദൃശ്യങ്ങളാണ്. ഇങ്ങനെ കോൺഗ്രസിൻ്റെ സമരവും അക്രമാസക്തമാകുന്നു. ഈ സംഘർഷത്തിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും കൗൺസിലർമാർക്ക് പരിക്കേൽക്കുന്നു. ഇരുവർക്കുമെതിരെ കേസെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഈ നഗരസഭയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് സുഗതൻ ഇപ്പോഴും ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത്. ഈ കേസുകളിൽ സുഗതന് ജാമ്യം ലഭിക്കുമോ? കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കാൻ BJP ലക്ഷ്യമിട്ടിരുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം സുഗതൻ്റെ സത്യപ്രതിജ്ഞ ഒന്നുകൂടി നടത്തേണ്ടതുണ്ട്. ഒരു കൗൺസിൽ യോഗത്തിൽ സുഗതനെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാപ്പ ഉപദേശക സമിതിയിൽ അപ്പീൽ നൽകുകയാണ് BJP. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകാനും അതായത് ഈ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്, ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനും BJP ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സുഗതനൊപ്പം പിന്തുണയുമായി നിൽക്കാനാണ് BJPയുടെ സംസ്ഥാന നേതൃത്വമടക്കം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. പക്ഷേ സുഗതന് മേലുള്ള ഈ കേസുകൾ മുൻനിർത്തി അതുപയോഗപ്പെടുത്തിക്കൊണ്ട് BJPയെ കോർപ്പറേഷനിൽ പ്രതിസന്ധിയിലാക്കാൻ കോൺഗ്രസും CPMും ഒരേ സമയം ശ്രമിക്കുകയും ചെയ്യുന്നു.